Tradition since 1969. Lakshmi Jewelry, Kodunallur, North Paravur, Chalakudi. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ എടവിലങ്ങിൽ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. KKTM സീഡ്സ്, അത്താണി മലബാർ റെസിഡൻസ് അസോസിയേഷൻ, കൊടുങ്ങല്ലൂർ ISM മെഡിക്കൽ എയ്ഡ് സെന്റർ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ എടവിലങ്ങ് ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച വൃക്കരോഗ നിർണയ ക്യാമ്പ് റിട്ടയേർഡ് സിവിൽ സർജൻ ഡോക്ടർ P. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പരിശോധിക്കുകയാണെങ്കിൽ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക, ഷുഗറിൻ്റെ അംശം കാണുക, പ്രോട്ടീൻ്റെ അംശം കാണുക, അല്ലെങ്കിൽ ക്രിസ്റ്റലുകൾ കാണുക. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതാണ്. പിന്നെ ബ്ലഡിലാണ് പിന്നെ നോക്കേണ്ടത്. അതിൽ സീറം ക്രിയാറ്റിനിൻ, ബ്ലഡ് യൂറിയ, ഇത് രണ്ടും കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്കയുടെ പ്രവർത്തനം കുറഞ്ഞു തുടങ്ങണമെന്നാണ് അർത്ഥം. അതേപോലെ തന്നെ GFR എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ വൃക്കയുടെ പ്രവർത്തനം സ്റ്റേജ് ചെയ്യണത്. ആദ്യം മുതൽ 1 മുതൽ 5 വരെ സ്റ്റേജിംഗ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ GFR കൂടുതലായിരിക്കും, ലാസ്റ്റ് സ്റ്റേജിൽ GFR കുറവായിരിക്കും. അപ്പോൾ അവസാനത്തെ 2 സ്റ്റേജ് ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിയായ ഫെയിലിയറിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. ചികിത്സകൾ ആദ്യത്തെ ഒരു 2-3 സ്റ്റേജിൽ നമുക്ക് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് നമുക്ക് രോഗം ഭേദപ്പെടുത്താൻ പറ്റും. അതായത് ഷുഗർ കുറയ്ക്കാം, പ്രഷർ കുറയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ഡയാലിസിസ് ആണ്. ലാസ്റ്റ് 2 സ്റ്റേജുകൾ വരുമ്പോൾ ഡയാലിസിസാണ് ചെയ്യാനുള്ളത്. ഡയാലിസിസ് അത് മാസത്തിൽ 1 പ്രാവശ്യം, 2 പ്രാവശ്യം, ആഴ്ചയിൽ 1 പ്രാവശ്യം, ആഴ്ചയിൽ 3 പ്രാവശ്യം അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അവസാനം എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നരാടം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് പ്രതിവിധി. പ്രോഗ്രാം കോർഡിനേറ്റർ KK പ്രിയേഷ് അധ്യക്ഷത വഹിച്ചു. അത്താണി മലബാർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KK പ്രശാന്ത് സ്വാഗതം പറഞ്ഞു. ആര്യ രാമചന്ദ്രൻ സംസാരിച്ചു. ISM മെഡിക്കൽ എയ്ഡ് സെന്റർ സെക്രട്ടറി PP ബഷീർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. KKTM സീഡ്സ് സെക്രട്ടറി VR സുധീഷ് നന്ദി പറഞ്ഞു. KP വസന്തകുമാരി, കോമളം ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ഭാനുപ്രകാശ്, അഡ്വക്കേറ്റ് റംലത്ത്, നന്ദകുമാർ തോട്ടത്തിൽ, പത്മജ സുരേഷ് ബാബു, KP നിർമ്മല, സുരഭി, പ്രസന്ന രാജീവ്, ശങ്കരനാരായണൻ, വിജീഷ്, ബേബി, ദീപ, ജിജ്ഞ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. And physically in a loving ambience. Holy Grace Academy, making a difference.